ഗൈസ്, ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ചലഞ്ചിന്റെ പേരറിയില്ല, സിനോനെ അറിയില്ല. കാരണം ഞാൻ സിനോനെ ഇപ്പൊ എനിക്ക് ഓൺ ദി സ്പോട്ടിൽ ചെയ്തൊരു തിങ്കിങ് വന്നൊരു ചലഞ്ചാണ്. ആയിക്കോട്ടെ. ഓക്കെ, ഫൈൻ കിച്ചൺ ഐറ്റംസ്. ഇതാണ് നമ്മുടെ ചലഞ്ചിന്റെ പേര്, ഫൈൻ കിച്ചൺ ഐറ്റംസ്. ഫൈൻ ദ കിച്ചൺ ഐറ്റംസ് എന്ന് പറയാം. ഫൈൻ ദ കിച്ചൺ. അതിന്റെ പേര് ആക്ച്വൽ പേര് ഇതൊന്നല്ല, ഞാൻ ചുമ്പട്ട പേരാണ് ഫൈൻ ദ കിച്ചൺ ഐറ്റംസ്. ഓക്കെ, അപ്പൊ സംഭവം എന്താ ചിത്രമുള്ളൂ, നമ്മൾ കിച്ചണിലത്തെ എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ ഇവിടെ മറച്ചു വെക്കും സിനോ അറിയാതെ. അപ്പൊ സിനോ അതെന്താന്ന് കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കാനായിട്ട് സിനോന് 3 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ സിനോന് 3 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാം ആ ഐറ്റംസിന് വേണ്ടിട്ട്. പക്ഷെ എന്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ഓർ നോ ആയിരിക്കണം. അതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും സിനോ ചോദിക്കണ്ടേ. അപ്പൊ ഇതിന് നമുക്ക് 1 മിനിറ്റ് ടൈം ഉണ്ട്. അപ്പൊ ഈ സംഭവം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും 1 പോയിന്റ് വെച്ച് കിട്ടും. ഓക്കെ, കണ്ടുപിടിച്ചില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കൊരു ശിക്ഷയുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ ശിക്ഷ. ശിക്ഷ എന്ന് പറയുന്നത് എന്റെ മേക്കപ്പ് ബാഗാണ്. അപ്പൊ ഇതിൽ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ഇതിൽ വെച്ചിട്ട് എന്ത് വെച്ചിട്ടും നമുക്ക് എങ്ങനെ വേണം മേക്കപ്പ് ചെയ്യാം. അപ്പൊ എനിക്ക് എങ്ങനെ വേണം സിനോനെ മേക്കപ്പ് ചെയ്യാം. ചിലപ്പോൾ തൊട്ടി കൂരിന്നൊക്കെ വരും. സിനോനെ എന്നെ എങ്ങനെ വേണം മേക്കപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു പനിഷ്മെന്റ്, ചെറിയൊരു പനിഷ്മെന്റാ. ഒരു ഗെയിമിൽ ഇപ്പൊ ഒരു ഇതിൽ ഫെയിൽ ആയാലും ഒരു ഐറ്റം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഈ ഒരു സംഭവമാണ് ഇത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു സാധനം കണ്ടുപിടിച്ച് കൊടുത്താണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പൊ ഇതിന്റെ കീഴിലാണ് നമ്മള് മറച്ചു വെക്കണ കിച്ചൺ ഐറ്റം മറച്ചു വെക്കണ സ്ഥലം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ ആരാ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഞാനാണ് ആദ്യം ചെയ്യാൻ പോണേ. അപ്പൊ വീട് അപ്പൊ ഞാൻ പോയിട്ട്. അപ്പൊ നീ കണ്ണടച്ചിരിക്കണം കേട്ടോ. കണ്ണടച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലുണ്ട് ഐറ്റം. അപ്പൊ സിനത് 3 ക്വസ്റ്റ്യൻസ് വെക്കാനോട്. അത് തൊടാമല്ല ചോദിച്ചു. നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട്. 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. പൊടികളാണോ? നോ, 2 ക്വസ്റ്റ്യൻ കേട്ടോ. വെജിറ്റബിൾ ആണോ ചോദിച്ചില്ലേ? പൊടികളാണോ? നോ. പച്ചക്കറികളാണോ? നോ. നോ. കൂടി പച്ചക്കറികളല്ല. 10 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സ് മോ. 7 സെക്കൻഡ്സ് മോ. ആയുധങ്ങളാണോ? നോ. തോറ്റിരിക്കുന്നു. സിനോ ടൈമും കഴിഞ്ഞു, 3 ക്വസ്റ്റ്യനും കഴിഞ്ഞു. കെച്ചപ്പാണ് സംഭവം. സിമ്പിൾ ആയിട്ടൊരു സാധനമായിരുന്നു. സിനോ തോറ്റിരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ എന്താ മേക്കപ്പ് പെട്ടി ഞാൻ തുറക്കാണ്. ഏത് വേണം എന്റെ കുട്ടിക്ക്? ഏത് വേണം? ആദ്യം നമുക്ക് ലിപ്സ്റ്റിക് അല്ല കണ്ണെഴുതാ. ഓക്കെ, നിനക്കും വരും. ഒന്ന് ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കും. കാണണ്ട. ഉണ്ട്. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും തെറ്റിക്കണം. ഇതെല്ലാം നിന്റെ മേലെ ട്രൈ ചെയ്യാം. അടുത്ത സിനിമ പോയി. ഓക്കെ, വെജിറ്റബിൾ ആണോ? വെജിറ്റബിൾ അല്ല. ഓക്കെ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേ സൗണ്ട് കേട്ടു. അപ്പോ വെജിറ്റബിൾ അല്ല. സ്റ്റോപ്പ് വാച്ച് വെച്ചില്ല ഞാൻ. എന്നാലും 10-20 സെക്കൻഡ് ഉണ്ടാവും. മറ്റേ കവർ ഐറ്റംസ് അല്ല. വെജിറ്റബിൾസ് അല്ല. 30 സെക്കൻഡ്. നമ്മൾ ബർഗറിന്റെ ഒക്കെ ഒപ്പം കഴിക്കാതാ? അല്ല. അല്ലേ? അതിനൊന്നും നമ്മൾ കഴിക്കാറില്ല സാധനം. അത് ഉപയോഗിക്കാൻ പറ്റില്ല ബർഗറിന്റെ ഒപ്പം. ഇല്ല, 2 ചോദ്യം കഴിഞ്ഞോട്ടാ. ഇങ്ങനെ ഏതാ സാധനം? Last 10 seconds.
ലാസ്റ്റ് 10 സെക്കൻഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് 10 സെക്കൻഡ്സ്. എഗ്. അല്ല, തോറ്റിരിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ തോറ്റിരിക്കുന്നു. 3 ക്വസ്റ്റ്യൻ കൊണ്ട് എത്തില്ല. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ? ഫ്രിഡ്ജ് വേറെ കബളിപ്പിക്കാൻ വേണ്ടി തുറന്നതാണ്. ഇനി എന്റെ ചാൻസ്. ഞാൻ പട്ടിന്ന് കാട്ട്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തന്നപ്പോ യെസ്. പക്ഷെ ഇനി 5 ക്വസ്റ്റ്യൻ ആകാട്ടോ. ടഫ്. അപ്പൊ നമുക്ക് 5 ക്വസ്റ്റ്യൻ ആക്കി ഇനി മുതല്. ഞാനല്ലേ അടച്ചു വെക്കാം. ഞാൻ വരാം. എവിടെ എന്റെ പാത്രം? പാത്രം സൗണ്ട് കേൾക്കാണ്ടല്ലേ? ഓക്കെ. ടൈം വെച്ചേക്കട്ടെ. അയ്യോ, ഞാൻ നിനക്ക് ടൈം ആയിട്ടൊന്നും സ്റ്റാർട്ട്. ഇതിന് മുകളിൽ 1 മിനിറ്റ് ഉള്ളൂ. മിനിറ്റ് ഒന്നുള്ളൂ. വേണ്ട. ഫുഡ് ഐറ്റംസ് ആണോ? യെസ്. കഴിക്കണ സാധനമാണോ? അതാണ് ഫുഡ് ഐറ്റംസ്. റീസെന്റ് നമ്മൾ ഇന്നലെ കഴിച്ചോ? നോ. വെജിറ്റബിൾസ് ആണോ? യെസ്. വെജിറ്റബിൾസ് ആണ്. യെസ്. 20 സെക്കൻഡ്. അപ്പൊ ഫുഡ് ഐറ്റംസ് ആണ്, വെജിറ്റബിൾ ആണ്. കിച്ചണിലങ്ങനത്തെ ഫുഡ് ഐറ്റംസ്. നീ ഇടക്കിടക്ക് ഡെയിലി സാധനം കഴിക്കാറുണ്ടോ രാവിലെ? നോ, അതല്ല. സ്പൈസി ആണോ? നോ. 5 ക്വസ്റ്റ്യൻ വരും. പച്ചമുളക്. സ്പൈസി അല്ല. നോ എന്ന് പറഞ്ഞില്ലേ? സ്മോൾ ഒണിയൻ. കണ്ടോ, വീണ്ടും സീനത്ത് പറ്റി 5 ദിവസം ജയിക്കില്ലല്ലോ. ഈ ചെറുത്ത കാര്യങ്ങളൊക്കെ അറിയണം. അയ്യോ, എന്റെ മേക്കപ്പ് ബാഗ്. ലിപ്സ്റ്റിക് ആണ് എന്റെ കുട്ടിക്ക് വേണ്ടത്. നമുക്ക് ലിപ് ലൈനർ വെച്ചിട്ട് നമ്മൾ ജയിക്കട്ടെ. 5 ചോദ്യം കൊണ്ടൊന്നും കിട്ടില്ല. ഇതാണ് ഞാൻ ഇത് വെക്കണല്ലോ. സുഹൃത്തുക്കളെ, റെഡി? 1 2 3. വെജിറ്റബിൾ ആണോ? അല്ല. ഞാൻ വെജിറ്റബിൾ ആണോ? അല്ല. ഫുഡ് ഐറ്റം നമ്മളെന്നും മീൻസ് പറയാം, നമ്മള് കുക്ക്ഡ് ഐറ്റം ആണോ? അല്ല. വെജിറ്റബിൾ അല്ല, കുക്ക്ഡ് ഐറ്റം അല്ല. അല്ല. ഈ മറ്റേ കെച്ചപ്പ് മയോണൈസ് അങ്ങനത്തെ ഐറ്റംസ് ആണോ? കെച്ചപ്പ് ആണോ മയോണൈസ് ആണോ? അങ്ങനത്തെ ഐറ്റംസ് ആണോ? അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസ് ആണോ? അത് കൂട്ടാൻ പറ്റില്ല. അല്ല. അപ്പൊ 40 സെക്കൻഡ് ആയി സുഹൃത്തുക്കളെ. 40 സെക്കൻഡ്. അല്ല. പൗഡേഴ്സ് ആണോ? അല്ല. 5 ചോദ്യം കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ. 5 ചോദ്യം. സമയം 6 സെക്കൻഡ് പറയാം. 58 59 60 കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. ഇതാണ് കുക്കറിന്റെ വിസിൽ. ഓക്കെ, അപ്പൊ അത് നീ ആദ്യമേ കളിയിൽ തുറക്കണോ? ഓക്കെ. ഞാൻ എന്റെ കുട്ടിക്ക് എങ്ങനെയൊക്കെ ഞാൻ എന്റെ കുട്ടീനെ സുന്ദരിയാക്കും.
അയ്യോ കാണല്ലേ. ഓരോ ഐറ്റം എടുത്താൽ ഓർഡർ ചെയ്യാൻ മതി. ഓക്കെ ഞാൻ പോട്ടെ. എന്റെ പാത്രം എന്താ? പാത്രം ബാക്കി. അപ്പൊ നമ്മളിനി ഫുഡബിൾ ഐറ്റംസ് ഈറ്റബിൾ ഐറ്റംസ് മാത്രമേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം ടൈമർ വെക്കണ്ട. വെജിറ്റബിൾ ആണോ? നോ. ഓക്കെ. കെച്ചപ്പ് മയണൈസ് അങ്ങനത്തെ ഐറ്റംസ് ആണോ? അങ്ങനത്തെ ഐറ്റംസ് അല്ല. പൊടി ഐറ്റംസ് ആണോ? ഫ്രൂട്ട്സ് ആണോ? ഈറ്റബിൾ ഐറ്റംസ് അല്ല പറഞ്ഞ. വെജിറ്റബിൾ അല്ല, ഫ്രൂട്ട്സ് അല്ല, മയണൈസ് അല്ല, പൊടി ഐറ്റംസ് അല്ല, ഒന്നും അല്ല. ക്ലൂ തരാം. ക്ലൂ ഒന്നും വേണ്ട. നമ്മുടെ വേണ്ടേ? എനിക്ക് വേണ്ടിട്ടുണ്ട്. ആ അത് ഞാൻ തരില്ല. ക്ലൂ പറയുന്ന നമ്മുടെ ആ ഷെൽഫിൽ ഇരിക്കുന്നത് ലിക്വിഡ് ഐറ്റംസ് ആണോ? കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസം ലിക്വിഡ് ആണോ? എന്തിട്ടാ ലിക്വിഡ് ആണ്. ലിക്വിഡ് ആണ് ഈ സാധനം. പക്ഷെ ഇത്തിരി ലിക്വിഡ് യെസ് അല്ലേ? യെസ്, ലിക്വിഡ് ഐറ്റംസ് ആണ്. പിന്നെ ഞാൻ ഉത്തരം പറയണോ? തേനാണോ? സമയം കഴിഞ്ഞു. തേനല്ല. തേന ഇല്ല നമ്മുടെ അവിടെ. അറിയോ? പിക്കിളാണ്. ഇത് എന്തായിട്ട് കിടക്കുന്നത്? ഫ്രൂട്ട്സ് ആണ് കിടക്കുന്നത്. ഇത് പിക്കിൾ എന്നാ പറയണത്. അതിന്റെ എന്താ ഐറ്റം എന്നുള്ളത് പിക്കിൾ. പിക്കിൾ ഈന്തപ്പഴം. അതാ ഇത് പിക്കിൾ എന്ന് പറഞ്ഞോ? ഫ്രൂട്ട്സ് നമ്മള് റോ ഫ്രൂട്ട്സ് എന്നല്ലേ പറയുന്നത്. അവിടെ കിടന്നിട്ട് എങ്ങനെ പോണോ? ഇടക്ക് പണിയുണ്ടല്ലോ. ശരി, റെഡിയാക്കി തരാം. ഇനി നമുക്ക് ഇവനെ മുടിയായിരിക്കും. സുന്ദരനോ ഇവൻ സൂര്യനോ സൂര്യനോ ഇന്ദിരനോ കാണുന്നില്ലേ? ഓക്കെ, പോയിട്ട് വരും. വെയിറ്റ്, ഫോൺ കട്ട്. ടൈമർ ആയിക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ തുടങ്ങുകയാണ്. സ്റ്റാർട്ട്. ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനമാണോ? നോ. നമ്മുടെ ഫ്രിഡ്ജിൽ ഇല്ല. നീ എത്ര ചോദ്യം ചോദിക്കും? നമ്മുടെ ഫ്രിഡ്ജിലുള്ള സാധനമല്ല. അല്ല. ഓക്കെ, പാക്കറ്റ് ഐറ്റംസ് ആണോ? പാക്കറ്റ് ഐറ്റംസ് ആണോ? പാക്കറ്റും ഉണ്ട്, അല്ലാണ്ടും ഉണ്ട്. നമ്മുടെ ഇവിടെ പാക്കറ്റ് ഐറ്റംസ് ആണോ? പാക്കറ്റ്. ഓക്കെ. പൗഡർ ഐറ്റംസ് ആണോ? അല്ല. അല്ല, പൗഡർ അല്ല. പുളിയാണോ? അല്ല. പാക്കറ്റ് ഐറ്റംസ് ആയിട്ട് വെക്കാം. കഴിഞ്ഞു. ഒന്നും കിട്ടാത്ത നമ്മളാ വലിപ്പുള്ളതാ. കടല മുതൽ അങ്ങനത്തെ ഐറ്റംസ് ആണോ? ആണോ? അല്ല. അതല്ലേ? അല്ല. കഴിഞ്ഞില്ലേ? ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ സാധനം റിവീൽ ചെയ്യുകയാണ്. കാപ്പിലാണ്ടി മുന്തിരി അണ്ടിപ്പരി. ഞാൻ നിന്നെ മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കാണ്ട്. എന്നാത്ത ചാതിഞ്ഞ ആരെങ്കിലും ഒരാൾ ജയിച്ചാ നിർത്തും. ഉണ്ടാവില്ല. നീ സിമ്പിൾ ഐറ്റംസ് വെക്കണ്ട. അയ്യോ, റെഡി? 1 2 3 സ്റ്റാർട്ട്. വെജിറ്റബിൾ ആണോ? അല്ലല്ല. നോ. ഫ്രൂട്ട്സ് ആണോ? നോ. റീസെന്റ് ആയിട്ട് വാങ്ങിയതാണോ? പൊടി ഐറ്റംസ് ആണോ? നേരത്തെ ക്ലൂവില് നേരത്തെ ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്നു. നേരത്തെ ക്ലൂ എന്തൊരു കൊടുക്കണോ? വെജിറ്റബിൾ അല്ല. പറഞ്ഞു തൊട്ടെ 3 കഴിഞ്ഞു. നീ പറഞ്ഞ വെജിറ്റബിൾ അല്ല, ഫ്രൂട്ട്സ് അല്ല, ഈറ്റബിൾ ആണ്, പൊടി ഐറ്റംസ് അല്ല. ക്ലൂ ക്ലൂ ഒന്നുമില്ല. നമ്മുടെ കിച്ചണില് ഇരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ.
നമ്മൾ ഇടക്കിടക്ക് നീ യൂസ് ചെയ്യാറുള്ള സാധനം. മനേതാണോ? യെസ്. കണ്ടോ ഞാൻ അത്ര നല്ല ക്ലൂ കൊടുത്ത കാരണമാണ് അത് കിട്ടിയത്. ഞാൻ ജയിച്ചില്ലേ? ഒരു പോയിന്റ് നിനക്ക്, ഒരു പോയിന്റ് ഉള്ളൂ. യെസ്, കണ്ടു പറഞ്ഞോളൂ. കയ്യൂരിന്റെ ഞാൻ ഏത് പാകത്തിരിക്കണെന്ന് പറയാതെ എക്സോർണോ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ സ്റ്റവിന്റെ അടിയിലിരിക്കുന്ന ബോക്സിലാണോ? നമ്മുടെ ഇങ്ങനെ തുറക്കണേക്കുള്ളതാണോ? ഫ്രിഡ്ജ് അല്ല. ടേബിളിന്റെ അവിടെ നിന്നാണോ? 3 ഫ്രിഡ്ജ് അല്ല, അങ്ങനെ പറഞ്ഞല്ലേ. ആ സ്ലാബ് എന്നല്ല, ആ ഉള്ളിക്കൊട്ടായിന്നാണോ? 4 അല്ല. പിന്നെ ഇവിടെ ഒന്നുമില്ലല്ലോ. ഫ്രിഡ്ജും അല്ല. ഫ്രിഡ്ജാണോ? ഫ്രിഡ്ജാ. അയ്യോ, 5 കഴിഞ്ഞിട്ടാ. ഇനി നിനക്ക് ഗസ്സിങ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടാ. ഫ്രിഡ്ജിലുള്ളതാണ്. നമ്മള് 2 ദിവസം മുന്നേ, 2 ദിവസം കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചതായിരിക്കും. ബ്രക്കോളി അങ്ങനത്തെ ഐറ്റംസ് ആണോ? ചോദിക്കണേ കഴിഞ്ഞ ഇല്ല, എനിക്ക് ഇത് കഴിഞ്ഞ സമയം കഴിഞ്ഞല്ലോ. സിമ്പിളായിരുന്നു. തോറ്റു ഓൾറെഡി. എന്നാലും നിനക്ക് കിട്ടാൻ വേണ്ടി പറയാ. നമ്മള് നിനക്ക് ലിപ്സ്റ്റിക്കിന്റെ കളറാ? ബീട്രൂട്ട്. അയ്യോ, എന്റെ ബീട്രൂട്ട് കാണണ്ട. എന്റെ ബീട്രൂട്ട് ഭയങ്കര ചെറിയ ബീട്രൂട്ടാ. 1 മിനിറ്റ് 40 സെക്കൻഡ്. ഓക്കെ, കൊണ്ടോ. നീയാ അപ്പൊ വരക്കണ്ടേ? തുടങ്ങയ്യ. ഫസ്റ്റ് ചോദ്യം, കൊടംപുളിയാണോ? കുപ്പിയിലുള്ള ഐറ്റംസ് ആണോ? മുകളിലത്തെ ആ ഷെൽഫിലത്താണോ? ഓക്കെ. ലിക്വിഡ് ആണോ? കുപ്പിയിലുള്ളത്? പ്രശ്നമായിരുന്നു. ഓക്കെ. പറ്റില്ല. നമ്മൾ ഡെയിലി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണോ? കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞു. 5 സ്വീറ്റ് ആണോ? 10 സെക്കൻഡ്. അല്ലെങ്കിൽ ഹെർഷീസ് ചെറുതാ? മേബിൾ സിറപ്പ്. ഉറപ്പിച്ചാ? കഴിഞ്ഞു, സമയം കഴിഞ്ഞു. പറ. ഡേറ്റ് സിറപ്പ്. No. Hershey's. Just. ഒന്ന് ക്ലോസപ്പ് കൊടുക്കൂ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. പിടിക്കട്ടെ, നീ എന്താ നീ കഴിയൂത്. ബോട്ടിൽ ഐറ്റംസ് ആണോ? അല്ല. നമ്മളിവിടെ ബോട്ടിലാണോ വെച്ചേക്കുന്നത്? നമ്മളിവിടെ ബോട്ടിലാണോ വെച്ചേക്കുന്നത്? ചെറിയ ബോട്ടില. ചെറിയ ബോട്ടില്. ഈ ടേബിൾ ഇത് നിന്നാണോ? ആ ഷെൽഫിൽ നിന്നാണോ? ആ ഷെൽഫിൽ നിന്നാണോ? ഈ ഷെൽഫിൽ നിന്നാണോ? അല്ല. ആ ഷെൽഫിൽ നിന്നാണോ? അല്ല. അപ്പൊ കഴിഞ്ഞു. അല്ല. അപ്പൊ 5 ചോദ്യം കഴിഞ്ഞു. 6 കഴിഞ്ഞു. എനിക്ക് 20 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ക്ലൂ നമ്മള് ഡെയിലി ഉപയോഗിക്കും. ഡെയിലി ഉപയോഗിക്കും. ഞാനൊന്നും ഉപയോഗിക്കാറ്. ഉപയോഗിക്കും. ലിക്വിഡ് ഐറ്റംസ് ആണ്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ. കഴിഞ്ഞില്ലേ? 1 മിനിറ്റ് 12 ഓക്കെ. ലിക്വിഡ് ഐറ്റംസ് ആണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കും. നീ ഉപയോഗിക്കും, ഞാൻ ഉപയോഗിക്കും. മേശ എന്നല്ല അപ്പൊ നമ്മൾ തോറ്റു. നമ്മളല്ല, നീ തോറ്റു. ഓക്കെ,
അപ്പൊ ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങളല്ല, സിനോന് ഒരു പോയിന്റ്, ഒരൊറ്റ പോയിന്റ്. അത് ഞാൻ അത്രയും ക്ലൂ കൊടുത്ത കാരണം സിനോന് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു പോയിന്റ് കിട്ടിയില്ല. പിന്നെ ഞാൻ ക്ലോസ് വന്നു ഇല്ലേ? ഒരെണ്ണം ക്ലോസ് വന്നു. ഞാൻ പറഞ്ഞു പോയി. എന്റെ കോൺസെൻട്രേഷൻ ഇവിടെ ഇല്ലായിരുന്നു. ഫുൾ ടൈം കിച്ചണിൽ നിൽക്കുന്ന കാരണമായിരിക്കും. ഞങ്ങൾക്ക് ആ ഒരു മേഖലയോട് ഇത്തിരി ഡിസ്റ്റൻസ് ഉള്ള കാരണമായിരിക്കും ഈ ഗെയിം. എന്തായാലും ടോട്ടലി പരാജയപ്പെട്ടു. ഞങ്ങൾ സിൻസിയർ ആയിട്ട് കളിച്ചാറുണ്ടല്ലോ. ഞങ്ങൾക്ക് കള്ളത്തരം കാണിച്ചിട്ട് നമുക്ക് സംഭവം നമുക്ക് കളിക്കാം. പക്ഷെ ഞങ്ങൾ സിൻസിയർ എനിക്ക് ഇത്തിരി കൂടുതൽ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ സമയപരിമിതി കാരണം സമയം കുറച്ച് അധികമായിട്ടുണ്ട് ഇപ്പൊ തന്നെ. അപ്പൊ തോറ്റു. നിങ്ങളെല്ലാരും അതുപോലെ ഗെയിം കളിച്ച് ഇതെല്ലാരും ജസ്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കും. ഇത് സംഭവം ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അവര് പെടപ്പെടാന്നാണ് ആൻസർ പറഞ്ഞത്. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. 5 ചോദ്യം ഉണ്ടെങ്കിൽ എളുപ്പമല്ല കിട്ടും. കാരണം കുറെ ഐറ്റംസ് സെയിം പോലത്തെ ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെന്തായാലും ഫ്ലോപ്പ് ആയിട്ട് കിടക്കുകയും. അപ്പൊ എന്തായാലും സിനോ ഞങ്ങളുടെ ഗെയിം അല്ല ഇവിടെ തോറ്റ പ്രശ്നമാണ്. സിനോ ജയിച്ചിരിക്കുന്നു. അപ്പൊ രസകരമായ ഗെയിമുകളുമായി ഞങ്ങൾ ഇനി വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാം. സംഭവം കുറെ പേര് വീഡിയോസ് വ്യൂസ് ഞങ്ങൾക്ക് കുറെ പേരുണ്ട്. അവരെല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ.